അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ജോലി അഥവാ അവരവരുടെ പ്രവൃത്തി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഷ്ടമസ്ഥാനത്താണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും രാഹുവും ഈ പറയുന്ന ഗ്രഹയോഗങ്ങളൊക്കെയും അഷ്ടമത്തിൽ അഥവാ ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവർക്ക് ഓഫീസിലും മറ്റും പല ദുരിതങ്ങളും പല പ്രയാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. തനിക്കെതിരെ ചില ഗൂഢാലോചനകൾ വരെ വന്നേക്കാവുന്നതാണ്. സെയിം പ്രൊഫഷനിലുള്ളവർ അഥവാ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരിൽ നിന്നും മറ്റും. എന്നാൽ രഹസ്യ ജോലികൾ ചെയ്യുന്നത്, അതായത് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ പോലീസ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് ഓഫീസിലാണെങ്കിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് പ്രത്യേകം മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില നെഗറ്റീവ്സ്, ചില കഷ്ടനഷ്ടങ്ങൾ അതുമൂലം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചില പഴയ കുടിശ്ശികകൾ ഉണ്ടായിരുന്നത് തിരിച്ചു കിട്ടാം. എന്നാൽ നഷ്ടങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് ധനപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല. ആരോഗ്യപരമായിട്ട് പല കാര്യങ്ങളെപ്പറ്റിയും തീവ്രമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകും. അതുകൊണ്ട് ഉറക്കക്കുറവും ഉണ്ടാകും. ശരീരം പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില രോഗങ്ങളിലേക്ക് തന്നെ രോഗങ്ങൾ വരെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകും. ചില സംശയങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സ്വന്തം വാക്കിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സ്വൈര്യമില്ലായ്മ അഥവാ കലഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് വാക്ക് മുഖാന്തരം ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളോ അതിൽ നിന്നുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളോ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്.